ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, ദൈവം എന്നോട് മനസ്സിൽ കാണിക്കും, എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു പ്രത്യാശ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. സ്തോത്രം. അത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഭാവിയെക്കുറിച്ച് കരുതുവാനും ഒക്കെയുള്ള ആഗ്രഹമുള്ള എല്ലാ മനുഷ്യർക്കും ഈ പ്രത്യാശയുണ്ട്. മൃഗങ്ങളെക്കുറിച്ച് അങ്ങനെ പ്രത്യാശയില്ല. അവ ഓരോ ദിവസവും രാവിലെ ഉണരുന്നു, അതിൻ്റെ ഭക്ഷണം തേടുന്നു, രാത്രിയിൽ വിശ്രമിക്കുന്നു. ചില മൃഗങ്ങൾ രാത്രിയിൽ ഉണരുന്നു, രാത്രിയിൽ ഇര തേടുന്നു, പകൽ വിശ്രമിക്കുന്നു. അന്നത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമേ അവർക്കും ചിന്തയുള്ളൂ. എന്നാൽ മനുഷ്യരായ നമ്മുടെ കാര്യം അങ്ങനെയല്ല. നാം നാളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണ്. എന്നാൽ കർത്താവ് പോലും നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെട്ടതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ BP കൂടുകയും നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യരായ നമ്മുടെ ആ രീതിക്ക് മാറ്റം വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാ ഇയ്യോബ് എന്ന ഭക്തൻ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയിട്ടാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളനാമ്പുകൾ വിടാതിരിക്കുകയില്ല. സ്തോത്രം. യോബിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സകലവും നഷ്ടപ്പെട്ട ഒരു ദൈവഭക്തനായ മനുഷ്യൻ 10 മക്കളെയും ഒന്നിച്ച് മരണം കൊണ്ടുപോയപ്പോൾ അത് ഓർത്ത് വിലപിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. തൻ്റെ ജീവിതം പോലും നരകതുല്യമായി, തൻ്റെ ആരോഗ്യം നശിച്ചു, തൻ്റെ ശരീരം മുഴുവനും പുഴുക്കൾ ബാധിച്ച് തനിക്ക് ഇനിയും ജീവിച്ചിരിക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് ആമേൻ നനയ്ക്കുന്ന നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു വന്ന വാക്കുകളാണ്: ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റത്തടിയുള്ള വൃക്ഷങ്ങൾ, തെങ്ങ്, കമുക്, പന മുതലായ വൃക്ഷങ്ങൾക്ക് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റിയിൽ നിന്ന് വീണ്ടും ഒരു മുള പൊട്ടി പുറപ്പെടുകയില്ല. എന്നാൽ മറ്റുള്ള സാധാരണ നമ്മൾ കാണുന്ന വൃക്ഷങ്ങൾക്കെല്ലാം അതതിൻ്റെ കുറ്റിയിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്നുകൊണ്ട് അത് വീണ്ടും കിളിർത്തു വരും. പുതിയൊരു നാമ്പ്, ചിലപ്പോൾ പല നാമ്പുകൾ ഒന്നിച്ച് ശക്തിയോടെ ഉണ്ടായി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു, തനിക്കിനിയും ഈ ലോകത്തിൽ ജീവിച്ചിരുന്നാൽ ഇരിക്കാനൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് വളരെയധികം ഭാരത്തോടെ, വേദനയോടെ, അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയ്യോബ് അവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഒരു വൃക്ഷമായിരുന്നെങ്കിൽ അതിൻ്റെ തടി വെട്ടി ഇട്ടാലും അതിൻ്റെ ചുവട്ടിൽ നിന്ന്, തായ്വേരിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുവാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് ഇയ്യോബ് പറയുന്നത്. സ്തോത്രം. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, അത് നല്ല തൈ പോലെ തളിർവിടും. അതെ, ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം ആ വൃക്ഷത്തിന് പിന്നെയും പൊട്ടിക്കിളർക്കുവാൻ സാധിക്കും എന്ന് ഒരു പ്രതീക്ഷയുണ്ട്. ഇതാ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ധൈര്യമായി പറയാം. പ്രകൃതിയെക്കാളും മൃഗങ്ങളെക്കാളും മറ്റുള്ള ജീവികളെക്കാളും ഏറെ വിശേഷതയുള്ളവരാണ് മനുഷ്യർ. ദൈവം നമ്മെ അവൻ്റെ സ്വരൂപത്തിലും ഛായയിലും നിർമ്മിച്ച് ദൈവത്തിൻ്റെ മൂക്കിലെ ജീവശ്വാസം ഊതി ജീവൻ നൽകിയ വ്യക്തികളാണ് നാം ഓരോരുത്തരും. അതാരെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു ശ്വാസം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്.
നമ്മെക്കുറിച്ച് നമ്മുടെ ദൈവം കരുതാതിരിക്കുമോ? നമ്മെ തീർച്ചയായിട്ടും അവൻ അനുഗ്രഹിക്കാതിരിക്കുമോ? ഇനിയും എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ ഇല്ല, നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുവാൻ സമയമായിട്ടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. വേഗത്തിൽ ദൈവം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കും. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എത്രയോ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക എന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് ആമേൻ എനിക്കും പറയുവാനുണ്ട്. സ്തോത്രം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എത്രയും വേഗത്തിൽ ഒരു വൃക്ഷം പുതിയ നാമ്പിട്ട് തളിർത്ത് പിന്നെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ ഇതാ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു. ചില ആഗ്രഹങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ആമേൻ, വേഗത്തിൽ അതിനെല്ലാം പരിഹാരം വരും. അതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ആമേൻ, ഹല്ലേലൂയ. പരാജയങ്ങളെ കണ്ട് പിന്തിരിഞ്ഞു പോകരുത്. പരാജയങ്ങളെ കണ്ട് ദൈവത്തെ കുറ്റം പറയരുത്. എന്നാൽ ആമേൻ, നാം പഠിച്ചിട്ടുണ്ടല്ലോ, പരാജയങ്ങൾ ആമേൻ സ്തോത്രം അത് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന്, ചവിട്ടുപടികളാണെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ ചില ആമേൻ മോശമായ സമയം അതിപ്പോൾ തന്നെ മാറും. അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഭാവി, ഒരു നല്ല ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് വേഗത്തിൽ പ്രാപിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ, ഒരു വലിയ പുതിയ പ്രതീക്ഷയോടെ വീണ്ടും നമുക്ക് ഹല്ലേലൂയ നല്ല ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ വചനങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.